മഹാലക്ഷ്മിയുടേത് സുഖപ്രസവമായിരിക്കും അമ്മേ? എന്ന് ചോദിച്ചാ പ്രസവമൊക്കെ സുഖപ്രസവമായിരിക്കും. പക്ഷേ പ്രസവത്തിന് മുമ്പ് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും. തടസ്സമെന്ന് പറഞ്ഞാൽ കംസന്റെ അവതാരങ്ങൾ ഒരുപാട് ചുറ്റിലും ഉണ്ടല്ലോ. അവരൊരുപാട് പരീക്ഷണങ്ങൾ ഒരുക്കും. അതിനെയൊക്കെ അതിജീവിക്കണം. കണ്ണൻ മലയ്ക്ക് പോയപ്പോ നീയും നിന്റെ കൂട്ടുകാരും രക്ഷാകവചം ഒരുക്കിയതുപോലെ ദൈവത്തിന്റെ കവചം എപ്പോഴും മഹാലക്ഷ്മിക്ക് വേണം. എന്റെ നോട്ടം എപ്പോഴും അങ്ങോട്ടുണ്ടമ്മേ. എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ മുൻകൂട്ടി നിന്നെ അറിയിച്ചോളാം. അല്ല, ഇനി എപ്പോഴാമ്മേ കാണുന്നത്? അതെന്തൊരു ചോദ്യാടാ. നീ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ഞാൻ വിളിപ്പുറത്തല്ലേ. അതല്ല ഞാൻ ചോദിച്ചത്. നമ്മുടെ കുടില് നമ്മൾ എപ്പോഴാ ഇനി ഒത്തുകൂടുന്നേന്ന്? അതെന്നാണെന്ന് നിനക്കറിയില്ലേ? വിഷുവിന് ഞാൻ വരും. നിനക്ക് വിഷുക്കൈ നീട്ടം തരാൻ. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാമേ. ശരി. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ അമ്മയാവാൻ പോകുന്നായിരുന്നല്ലോ കള്ളം പറഞ്ഞത്. എന്നാൽ ഇപ്പൊ ശരിക്കും ഒരാൾ അമ്മയാവാൻ പോവാ. ആരാ? ലേഖേച്ചിയാണോ? ലേഖേച്ചിയോ? അതെന്താ അങ്ങനെ പറഞ്ഞ്? അല്ല, തോമസ് സാറിന്റെ മരുന്നൊക്കെ ലേഖേച്ചി വാങ്ങിച്ചോണ്ട് പോയായിരുന്നല്ലോ. അതുകൊണ്ട് നീ ഇങ്ങനെ പറഞ്ഞപ്പോ അവർക്കെന്തെങ്കിലും പുരോഗതി ഉണ്ടായോ എന്ന് ഒരു സംശയം. ഇവിടെ പുരോഗതി ഉണ്ടായതേ വേറെ ആർക്കും അല്ല, എന്റെ ഏടത്തിക്കാ, ലക്ഷ്മി എടുത്തേക്ക്. സത്യം? പിന്നെ ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും കള്ളം പറയോ? ഏട്ടത്തി എന്നിപ്പോ വിളിച്ചിരുന്നു. രണ്ടാളും കൂടെ ഏട്ടത്തിയുടെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ അനന്തന്റെ വീട്ടിലാ. ഇത് വലിയ സന്തോഷമുള്ള വാർത്തയാണല്ലോ മഞ്ജു. നിന്റെ ഏട്ടത്തിക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഉറപ്പായിട്ടും വേണം. കടയിൽ നിന്നൊന്നും വാങ്ങിക്കാൻ പാടില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതിന് നിനക്ക് പലഹാരം ഉണ്ടാക്കാൻ അറിയോ? എനിക്കറിയില്ലെങ്കിലും സാഗരേട്ടൻ അറിയാലോ. ഞാൻ സഹായിക്കാം. എന്നാ പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ഇന്ന് രാത്രി എല്ലാം ഉണ്ടാക്കിയിട്ട് നാളെ കൊണ്ടുപോയി കൊടുക്കാം. എന്നാലും ഇതങ്ങോട്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു വാർത്ത നിന്റെ ഏട്ടത്തി എന്നെങ്കിലും ഒരിക്കൽ കേൾപ്പിക്കുമെന്ന് അറിയായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. തോമസ് സാറിന്റെ മരുന്നേ ലേഖിച്ച് മാത്രമല്ല എന്റെ ഏട്ടത്തെയും കഴിച്ചായിരുന്നു. പിന്നെ അവരുടെ ദാമ്പത്യം തുടങ്ങിയത് ശരിക്കും ഇപ്പോഴല്ലേ. അപ്പൊ പിന്നെ വിശേഷം കേൾപ്പിക്കാനുള്ള സമയമൊക്കെ ആയി. അപ്പോഴേ ഏട്ടത്തി അമ്മയാവാൻ പോവാ. ഇനി എപ്പോഴാ ഇവിടെന്ന് അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത്? അത് നമ്മള് മാത്രം വിചാരിച്ചാലൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല. മുകളിലുള്ള ഒരാളും കൂടെ വിചാരിക്കണം. തോമസ് സാറിനോട് പറഞ്ഞിട്ട് കുറച്ച് മരുന്നെടുപ്പിക്കട്ടെ? തൽക്കാലം വേണ്ട. ഞാനിപ്പോ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പോകുന്നതുകൊണ്ട് ഫീൽഡിലൊക്കെ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് അമ്മയാവാൻ വലിയ തിടുക്കൊന്നുമില്ല. പിന്നെ അത് സംഭവിക്കുമ്പോ സംഭവിക്കട്ടെ. നിങ്ങളൊരു കുഞ്ഞിനു വേണ്ടി അറിയാലോ ലേഖ കാത്തിരിക്കായിരുന്നു. കുഞ്ഞ് ജനിക്കുമ്പോ കുഞ്ഞിനെ നോക്കാൻ ആളില്ലെന്നുള്ള പരാതി അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട. ഒരു കുഞ്ഞിനെ ലാളിക്കാൻ വേണ്ടി കാത്തിരിക്കുക. പാവം. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അവളത് കേട്ടില്ല. അതിനുശേഷമാണ് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അതിനെ താലോലിക്കാമല്ലോ എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. അത്തരൊരു മോഹം എനിക്കുണ്ട്. എടാ, നിന്റെ മഹിയുടെ കുഞ്ഞ് ഞങ്ങളുടെയും കൂടി കുഞ്ഞല്ലടാ. അതേപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് പറയണ്ടടാ. മഹാഭാഗ്യാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗ്യത്തില് നീ ലേഖയൊക്കെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞ് നിന്നെ അച്ചാന്നും ലേഖയെ അമ്മയെന്നും വിളിക്കും. കുഞ്ഞ് ജനിച്ച ശേഷം വാക്ക് മാറില്ലല്ലോ. അതിനെ കണ്ണൻ വേറെ ജനിക്കണം. മഹിയുടെ വയറ്റിലൊരു കുഞ്ഞുള്ള സ്ഥിതിക്ക് ഇന്ന് എന്നെ സ്വന്തം വീട്ടിലേക്ക് പോണോ കണ്ണേട്ടാ? ഇയാളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് എന്റെ വീട്ടിലുള്ളവര് അറിഞ്ഞാലേ കുഴപ്പമുള്ളൂ. ഇപ്പൊ ഏതായാലും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് അപകടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദൈവം ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾക്കിപ്പോ തരുന്നുണ്ട്. അപ്പോഴും മുന്നിലുള്ള അപകടത്തെപ്പറ്റി ചിന്തിക്കണം. കണ്ണേട്ടൻ നടന്നതും ഇപ്പൊ നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്നതും കണ്ണേട്ടന്റെ വീട്ടിലുള്ളവർക്ക് മരിക്കുന്നതിന് തുല്യമായ വാർത്തയാ. അതുകൊണ്ട് മഹി അമ്മയാവാൻ പോകുന്നു എന്നുള്ള വാർത്ത അവരൊക്കെ അറിയാതെ ഇയാളെ ഇവിടെ നിർത്തുന്നതാ നല്ലത്. അല്ലെങ്കിലേ നിന്റെ വീട്ടിനകത്തുള്ളവരെ അടിച്ച് പുറത്താക്കണം. അതിനെന്തായാലും നിന്നെക്കൊണ്ട് സാധിക്കില്ല. ഞങ്ങൾക്ക് കുഞ്ഞ് ജനിക്കെന്ന് പറഞ്ഞത് ആ സിദ്ധയായ അമ്മയാ. അതുകൊണ്ട് ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും കുഞ്ഞ് ജനിക്കുന്നതിൽ തടസ്സമൊന്നും ഉണ്ടാവില്ല. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇയാൾക്ക് നേരിട്ടാല് ഞാൻ ഇയാളെ ഇവിടെ കൊണ്ടുവന്നാക്കിക്കോളാം. ഭർത്താവിന്റെ വീട്ടിലും സ്വന്തം വീട്ടിലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇയാൾക്ക് നിൽക്കാൻ പറ്റാത്തത് ശരിക്കും സങ്കടമുള്ള കാര്യ. എല്ലാത്തിനും ഒരു മാറ്റം വന്നേ പറ്റൂ. ഇടിപിടിന്ന് എന്തായാലും ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുന്നില്ല. ഇപ്പൊ തന്നെ ഉണ്ണിയിരുന്ന പോസ്റ്റിൽ മഞ്ജു ആയിരിക്കുന്നത്. അങ്ങനെ ഇടയ്ക്കും മുറയ്ക്കും ചെറിയ ശിക്ഷകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാനമ്മയെ അമ്മയെന്ന് വിളിച്ചു പോയതുകൊണ്ടും അവരെന്റെ അച്ഛന്റെ ഭാര്യ ആയതുകൊണ്ടും പെട്ടെന്ന് കുടുംബത്തിൽ നിന്ന് ഇറക്കിവിടാൻ പറ്റില്ല. നമ്മുടെയൊക്കെ മനസ്സ് കരിങ്കല്ലല്ലോടാ. മറ്റുള്ളവരെ പറ്റി അമിതമായിട്ട് ചിന്തിക്കുന്നതാണ് കുഴപ്പം. പിന്നെ ലേഖ പറഞ്ഞ പോലെ ദൈവം തന്ന സൗഭാഗ്യം എന്തായാലും ഇനി ഞങ്ങളായിട്ട് തട്ടിത്തെറിപ്പിക്കില്ല. പോവാം. ശരിടാ, പോട്ടെ. ആ, വിഷമിക്കണ്ട. ഇടയ്ക്കയാളെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിക്കോളാം. പ്രസവം നടക്കാൻ പോകുന്ന മാസങ്ങളില് എന്തായാലും ലേഖ ഉറപ്പിച്ചോ, ഏതു നേരം ഇയാളെ നോക്കുന്നത് നീയായിരിക്കും. ആ ഉറപ്പ് ഞാൻ തരാം. ശരീരം നോക്കണേ മഹി. ഞാൻ നിന്നെ വിളിച്ചോളാം. ഇറങ്ങട്ടെ. ശരി. ഇനി താൻ എന്നെ പിടിക്കൊന്നും വേണ്ട. ഇപ്പൊ സഹായം വേണ്ടത് തനിക്കാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ വരുമ്പോ ആവേശമൊന്നും കാണിക്കരുത്. അല്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാവർക്കും സംശയ. തോമസ് സാറിന്റെ വീട്ടിൽ പോയ ശേഷം കണ്ണേട്ടൻ എന്തേലും മാറ്റം ഉണ്ടോന്ന് അവര് നോക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ ചെറിയ മാറ്റങ്ങളൊക്കെ പ്രദർശിപ്പിച്ചു കൊടുക്കണം. പെട്ടെന്നൊന്നും വേണ്ട. കുഞ്ഞൊക്കെ ഒന്ന് ജനിച്ചോട്ടെ. രണ്ടും എത്തി. ഇവക്കെന്തെങ്കിലും മാറാരോഗം വന്നാ മതിയായിരുന്നു. എന്തുപറ്റി? ഇനി ഞാനെന്തെങ്കിലും വയറ്റി പിടിക്കാത്ത ഭക്ഷണം തന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഡോക്ടർ പറഞ്ഞോ? അങ്ങനെ പറയാൻ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും ഇയാളിപ്പോ കഴിക്കാറില്ലല്ലോ. ഞാനും കഴിക്കാറില്ല. നീ തന്നെ ഇത് പറയണോടാ.
ഇവളെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഞാനുണ്ടാക്കിയ ഭക്ഷണമായിരുന്നു നിനക്ക് പ്രിയം. ഇപ്പൊ ഭാര്യ എരിവ് കൂട്ടിയാലും പുളി കൂട്ടിയാലും ഉപ്പ് കൂടുതലായാലും നിനക്ക് കുഴപ്പമൊന്നുമില്ല. അതങ്ങനെയല്ലേ വേണ്ടത്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്ക് വിശ്രമം കൊടുക്കണം. പിന്നെ ഭാര്യ ഉണ്ടാക്കുന്നത് എത്ര നല്ലതായാലും മോശമായാലും പരാതി പറയാതെ കഴിക്കണം. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ ഇവക്ക് പറ്റിയത്? ഇയാൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. BP ഒന്ന് ഡൗൺ ആയതാ. ട്രിപ്പ് കൊടുത്തു. കുറച്ചു സമയം കിടത്തിപ്പോ ഓക്കെ. ഇവക്ക് ലോ പ്രഷറോ? ഇവളുടെ സ്വഭാവം വെച്ചേ ഹൈ പ്രഷർ ആവേണ്ടതാ. അമ്മ പോയി അമ്മയുടെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. മിക്കവാറും അമ്മയ്ക്കായിരിക്കും പ്രഷർ കൂടുതൽ. അതെ, എന്തായാലും എന്റെ മോനെ തരം താഴ്ത്തിയല്ലോ. അവന്റെ ക്യാബിനിൽ കയറ്റി വേറെ ഒരുത്തി ഇരുത്തിയില്ലേ? ഉണ്ണിയുടെ ക്യാബിന് കയറ്റിയിരുത്തിയത് അന്യരെയൊന്നുമല്ല, അമ്മയുടെ സ്വന്തം മോളെ തന്നെയാ. അവൾ എനിക്കിപ്പോ സ്വന്തം മോളൊന്നുമല്ല. പിന്നെ സ്വന്തം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് നിർത്തിയതോ? അതവളുടെ വയറ്റിലെ കുഞ്ഞിനെ കളയാനല്ലായിരുന്നോ? പിന്നെ തനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടോ? ഈ ജന്മം താനൊരു അമ്മയാവാത്തതുകൊണ്ട് മകളുടെ കുഞ്ഞിനെ കളയാൻ ശ്രമിച്ചതുപോലുള്ള ശ്രമങ്ങളൊന്നും തന്റെ കാര്യത്തിലുണ്ടാവില്ല. അത്രയും സമാധാനം. ദേ, ഞാനല്ല മഞ്ജുവിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളഞ്ഞത്. ഇവൾ അവൾക്കൊപ്പം താമസിച്ചപ്പോഴാ ആ കുഞ്ഞു പോയത്. കഥകളൊന്നും കൂടുതൽ വിളമ്പണ്ടമ്മേ. എല്ലാവർക്കും അറിയാം, കണ്ണേട്ടനും മഞ്ജുവിനും ഒക്കെ. ജീവിതത്തിൽ ഇന്നുവരെ ഇത്രയും സന്തോഷം ഉണ്ടായിട്ടില്ല. എനിക്ക് നന്നായി നടക്കാൻ സാധിച്ചപ്പോ പോലും. എനിക്ക് പക്ഷേ കണ്ണേട്ടൻ നടക്കുന്നത് കണ്ടപ്പോ ലോകം പിടിച്ചടക്കിയ സന്തോഷായിരുന്നു. ഇന്ന് നമുക്ക് രാത്രിയിൽ ആരും അറിയാതെ ഒന്ന് ചുറ്റണ്ടേ? അതിലുപരി എനിക്കാദ്യം ഒന്ന് അമ്പലത്തിലേക്ക് പോണം. നമ്മളെല്ലാവരെയും കണ്ടു, പക്ഷേ ഈ ഭാഗ്യങ്ങളൊക്കെ കനിഞ്ഞു നൽകിയ ഭഗവതിയെ കണ്ടില്ല. ഞാൻ പോയിട്ട് വരാം. നമ്മൾ അകത്ത് കയറിയപ്പോ തന്നെ കഥ അടച്ച് ഇങ്ങനെ ഇരുന്നാ പുറത്തുള്ളവർക്ക് സംശയം തോന്നില്ലേ?
സംശയിക്കട്ടെ, കുറേ സംശയിക്കട്ടെ. ഇന്നിനി കുറെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ. കരുണയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതാ. അവൾ ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാ ഇനി ഒരിക്കലും ഉണ്ണിയായിട്ട് കൂടിച്ചേരാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ടല്ലേ നമ്മളിത് ആരോടും പറയണ്ടാന്ന് തീരുമാനിച്ചത്. അവരെ എങ്ങനെ ഒന്നിപ്പിക്കാൻ പറ്റുമെന്നാ ഞാൻ ആലോചിക്കുന്നേ. അത്തരം ചിന്തകള് നമുക്ക് തന്നെ വിനയായിട്ട് വരുത്തുള്ളൂ മഹി. നമ്മളിനി നമ്മുടെ ജീവിതത്തെപ്പറ്റി മാത്രം ചിന്തിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെല്ലാം ഒരുപാട് ജീവിച്ചതല്ലേ. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഇനിയിപ്പോ അവരൊക്കെ പരസ്പരം തീരുമാനിക്കട്ടെ, ഒന്നിച്ച് പോണോ വേണ്ടയോ എന്ന്. അല്ലാതെ നമ്മളിനി കൂട്ടിയോജിപ്പിക്കാനും നന്മയുള്ളവരാണെന്ന് കാണിക്കാനും ഒന്നും ശ്രമിക്കണ്ട. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. ഈ നിമിഷം എനിക്കൊരാഗ്രഹമുണ്ട്. അതെന്താന്ന് കണ്ണേട്ടനെ അറിയോ? താനൊരാഗ്രഹം പറയാത്ത ആളാ. പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് ഞാൻ സാധിച്ചു തരും. പക്ഷേ ഇത് സാധിച്ചു തരാൻ പറ്റില്ല. എനിക്കിപ്പോ തന്നെ കാണാൻ തോന്നുക ആ പ്രവചനങ്ങളൊക്കെ നടത്തുന്ന അമ്മേ. ഞാൻ അമ്മയാവാൻ പോകുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോഴും എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ആ അമ്മയുടെ രൂപ. ദേവി, ചോദിച്ചതിനേക്കാൾ കൂടുതലാ ദേവി എനിക്ക് തന്നത്. എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയണേ. എല്ലാ പ്രതിസന്ധിയിലും കൂടെ നിൽക്കണേ. എന്തെങ്കിലും വിഷമമുണ്ടോ? കരഞ്ഞല്ലോ. അത് വിഷമം കൊണ്ടല്ല തിരുമേനി, സന്തോഷം കൊണ്ടാ. അത് ശരി. എന്താ ഇത്ര സന്തോഷം? അത് പിന്നെ പഴയതിനേക്കാളും മെച്ചപ്പെട്ട ജീവിതമല്ലേ തിരുമേനി ഇപ്പൊ എന്റേത്. ആ സന്തോഷം ഞാൻ ഭഗവതിയോട് പങ്കുവയ്ക്കായിരുന്നു. ആ, സങ്കടം വരുമ്പോ മാത്രമല്ല, സന്തോഷം വരുമ്പോഴും അത് ഭഗവതിയോട് പറയണം. പരാതികൾ മാത്രം കേട്ട ദൈവത്തിന് ശ്വാസം മുട്ടും. ശരി തിരുമേനി. ദേ, ഞാനിവിടെ ഉണ്ട്. ഇത് സങ്കടക്കണ്ണീരല്ല, ആനന്ദക്കണ്ണീരാണെന്ന് മനസ്സിലായി. അമ്മ പറഞ്ഞത് അതേപോലെ സംഭവിച്ചു. കാർത്തികയുടെ അന്ന് എന്റെ വയറ്റിലൊരു കുഞ്ഞ് ജനിക്കുമെന്ന് അമ്മ നേരത്തെ അറിഞ്ഞു അല്ലേ? മോളുടെ കണ്ണനും മോളും ഉല്ലാസയാത്രയൊക്കെ പോയില്ലേ? ദാമ്പത്യം തുടങ്ങിയില്ലേ? അപ്പോ അങ്ങനെയുള്ള ദമ്പതികൾക്കിടയിലേക്ക് ഒരാള് വരണ്ടേ? എങ്കിലും കൃത്യമായിട്ട് എങ്ങനെയാ അമ്മ ഇതൊക്കെ പ്രവചിക്കുന്നത്? എല്ലാം മനസ്സിൽ തെളിയുന്നതാ. സ്വാർത്ഥമോഹം ഇല്ലാതെ ഭഗവാനെ മാത്രം വിളിക്കുന്നവർക്ക് അങ്ങനെ ചില സിദ്ധി ഉണ്ടാകും മോളെ.
അവര് പറയുന്നതൊക്കെ ശരിയാകും. ഞാൻ വീണ്ടും ചോദിക്കുക, ശരിക്കും അമ്മ ആരാ? ഈ കലിയുഗത്തിൽ സത്യത്തിനൊപ്പം നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരുപാട് അമ്മമാരിൽ ഒരാൾ. അവധൂതന്മാരെന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു അവതാരമായിട്ട് കരുതിയാ മതി. ശരിക്കും അമ്മയെ ദൈവത്തെ പോലെയാ ഞാനും കണ്ണേട്ടനും ഇപ്പൊ കാണുന്നത്. കണ്ണേട്ടൻ കണ്ടതും അമ്മയെ തന്നെയാണോന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുക. ആ സംശയം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഞാനൊരു സംശയം ചോദിക്കാൻ പോവാ. അന്ന് കണ്ണേട്ടന് അപകടം ഉണ്ടായത് കണ്ണേട്ടന്റെ പിറന്നാൾ ദിവസമായിരുന്നല്ലോ. ആ ദിവസം കണ്ണേട്ടൻ ഒരു അയ്യപ്പ വിഗ്രഹം കൊടുത്തത് അമ്മയല്ലേ? ആ വിഗ്രഹം തന്നെയല്ലേ ഞാൻ പൂജിക്കുന്നത്? ആ സംശയവും അങ്ങനെ തന്നെ നിൽക്കട്ടെ. കണ്ണന് അയ്യപ്പ വിഗ്രഹം കൊടുത്തത് വേറെ ഏതെങ്കിലും അമ്മയായിരിക്കും. കൂടുതലൊന്നും ചിന്തിക്കണ്ട മോളെ. ഇപ്പോ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അതാണാണോ പെണ്ണാണോ എന്ന് ഞാനിപ്പോ പറയുന്നില്ല. അതാരായാലും ശരി, അതിന്റെ ജനനം കുറച്ച് കഠിനമായിരിക്കും.